ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നമ്മൾ അനുസ്മരിക്കുന്നൊരു വിശുദ്ധനുണ്ട്, വിശുദ്ധ ജർമാനോസ്. പാരീസിൽ മെത്രാനായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ചില നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഒന്ന്, അദ്ദേഹം പാവങ്ങളുടെ സ്നേഹിതനായിരുന്നു. പാവങ്ങളെ ഒരുപാട് സ്നേഹിച്ച് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി, പാവങ്ങളുടെ സ്നേഹിതൻ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. നല്ല പ്രാർത്ഥനാ ജീവിതം. നമുക്കൊക്കെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പദവി എന്ന് പറയുന്നത്, ഒരു ശീർഷകം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ വ്യക്തി. പലരും അതിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ലായിരിക്കാം. പലർക്കും പ്രധാനപ്പെട്ടത് ദർശനക്കാരൻ, രോഗശാന്തി നൽകുന്നവൻ, പ്രവചനക്കാരൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ സഭ നമ്മെ പഠിപ്പിക്കുന്നത്, വിശുദ്ധർ നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അതിനേക്കാൾ വിശിഷ്ടമായ ഒന്നാണ് പ്രാർത്ഥനയുടെ വ്യക്തി എന്ന് അറിയപ്പെടുക. നമുക്ക് ആർക്ക് വേണേലും ആ ഒരു പദവി സ്വീകരിക്കാവുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് നമുക്കും സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഒത്തിരി പേരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്നാ പറ്റിയേ, പ്രായമൊക്കെ ആയതുകൊണ്ട്, ഇപ്പോൾ പഴയതുപോലെ ആരോഗ്യമില്ലാത്തത് കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. ശരീരത്തിൻ്റെ വേദനകൾ, രോഗങ്ങൾ, ഇതെല്ലാമായിട്ട് പ്രാർത്ഥനയ്ക്ക് തടസ്സമെന്നാണ് പറഞ്ഞത്. വിശുദ്ധ ജർമാനൂസ്, അദ്ദേഹം പ്രായം ചെന്നിരുന്നപ്പോഴും പ്രാർത്ഥനയ്ക്ക് യാതൊരു കുറവും വന്നില്ല. അതുപോലെ തന്നെ ഈ പാവങ്ങളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും വന്നില്ല. നല്ല തീഷ്ണതയോടെ പ്രസംഗിച്ചിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വലിയ വശീകരണ ശക്തി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. ഇതെല്ലാം എന്തുകൊണ്ടാണ്? അദ്ദേഹം ചെറുപ്പത്തിലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രായമായപ്പോഴും ആ പ്രാർത്ഥന തുടരുന്ന ഒരവസ്ഥയുണ്ടായി. അതാ പ്രഭാഷകൻ്റെ പുസ്തകം 6:18 വായിച്ചാൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ചെറുപ്പത്തിലെ ജ്ഞാനസമ്പാദനം ആരംഭിക്കുക. ഇത് റിട്ടയർമെൻറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമല്ല പ്രാർത്ഥനാ ജീവിതം. അതല്ലെങ്കിൽ ശുശ്രൂഷാ ജീവിതം, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ ആരംഭിക്കണമെന്ന്. ചെറുപ്പത്തിലെ ജ്ഞാനസമ്പാദനം ആരംഭിക്കുക, വാർദ്ധക്യത്തിലും അത് തുടർന്നുകൊണ്ടിരിക്കുക. അതാണ് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനത്തെ ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടു, പത്രോസ് പറയുന്നൊരു കാര്യം, നമ്മൾ ആരാണ്? രാജകീയ പുരോഹിത വംശം, തിരഞ്ഞെടുക്കപ്പെട്ട ഗണം, വിശുദ്ധജനം, ദൈവത്തിൻ്റെ സ്വന്തം. ഇതിനേക്കാൾ വലിയ പദവി എവിടെയാണ് ഉള്ളത്? വളരെ ഡോക്ടർ എന്നറിയപ്പെടുന്നതിനേക്കാൾ, എൻജിനീയർ എന്ന് അറിയപ്പെടുന്നതിനേക്കാൾ, വലിയ ധനികനായ വ്യവസായി എന്നറിയപ്പെടുന്നതിനേക്കാൾ വിശിഷ്ടമായൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിത ഗണം, വിശുദ്ധജനം, ദൈവത്തിൻ്റെ സ്വന്തം. ഒന്നാകാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയാൽ മതി. പിന്നെ നമുക്ക് അംഗീകാരത്തിനോ അല്ലെങ്കിൽ പ്രശസ്തിക്കോ ഒന്നിനും ഒരു കുറവും വരില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ അടുക്കളയിലായിരിക്കാം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ആരും നമ്മളെ അധികം കാണുന്നൊന്നുമില്ല, പ്രശംസിക്കുന്നില്ല, ഒന്നും വേണ്ട. എങ്കിലും നിന്നെക്കുറിച്ച് ദൈവം പറയുന്നൊരു കാര്യം, നീ രാജകീയ പുരോഹിത വംശമാണ്, വിശുദ്ധജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗണമാണ്. ഇതെല്ലാം നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പത്രോസ് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ആത്മീയ പാലിന് വേണ്ടി പൈതങ്ങളെപ്പോലെ ദാഹിക്കണം. ആത്മീയതയ്ക്ക് ദാഹമുണ്ടേലേ ആത്മീയമായിട്ട് വളരാൻ പറ്റത്തുള്ളൂ. ആത്മീയതയിൽ വളരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇളം പൈതങ്ങളെപ്പോലെ. ഇവിടെ ഞാനൊരു മാമോദിസായ്ക്ക് പോയപ്പോഴും ഞാൻ കണ്ടതാണ്, അവർ കുപ്പിക്കകത്ത് പാലൊക്കെ നിറച്ചോണ്ടാണ് വന്നത്. കാരണം കൊച്ച് കരയുകയാണെങ്കിൽ ആ കൊച്ചിനെ എപ്പോഴെങ്കിലും ഇച്ചിരി ഒരു ചെറുതായിട്ടൊന്ന് ഞരങ്ങോ മൂളോ ചെയ്യുമ്പോഴേ അവർ പാല് കൊടുക്കും. അതുകൊണ്ട് ശാന്തമായിട്ട് കിടന്നു. അപ്പോൾ അതുകൊണ്ട് ഇളം പൈതങ്ങളെപ്പോലെ ആത്മീയ പാലിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഗുരുവായ ഭക്ഷണം തന്ന് നിങ്ങളെ വളർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾക്ക് പാല് മതി, നിങ്ങൾക്ക് എളുപ്പ ജീവിതം മതി, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വളർത്താൻ പറ്റുന്നില്ല. വളരണമെന്നുണ്ടെങ്കിൽ
നമ്മൾ ഗുരുവായ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുവിശേഷ ഭാഗത്താണെങ്കിലും നമ്മൾ കണ്ടു, കാഴ്ചയേക്കാൾ ഉൾക്കാഴ്ച ഉണ്ടായിരുന്ന ഒരു വ്യക്തി. കാഴ്ച ഉണ്ടായിരുന്നോ? ഇല്ല, അവൻ അന്ധനായിരുന്നു. അന്ധൻ, ബർത്തിമിയോസ്, അന്ധനായ ഒരു യാചകൻ. പക്ഷെ അവന് ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. കാരണം എന്താ? അവൻ കേട്ടു ഈ ഒച്ചമേളം എല്ലാം നടക്കുന്നത്, ആൾക്കൂട്ടം എല്ലാം വന്നിരിക്കുന്നത് യേശു എന്ന് പറയുന്ന ഒരാൾ മൂലമാണ്. ഉടനെ അവന് ഉൾക്കാഴ്ച ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പറഞ്ഞു, യേശു ആണെങ്കിൽ എന്നെയും സുഖപ്പെടുത്താനുള്ള കഴിവുള്ളവനാണ്. അതുകൊണ്ട് അവൻ അവിടുന്ന് വിളിക്കാൻ തുടങ്ങി. ഉൾക്കാഴ്ച ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആളുകൾ അവനെ തടസ്സപ്പെടുത്തിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ കണ്ട് അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചത്. ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസം അത് വളരെ മിനിമം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവരാണോ? അങ്ങനെയുള്ളവർക്ക് ആരെങ്കിലും ഒന്ന് ഷൗട്ട് ചെയ്താൽ മതി, ഒച്ച വെച്ചാൽ മതി, നമ്മൾ പിന്നെ മിണ്ടാതിരിക്കും. ഇതല്ല, അങ്ങനെയല്ല. യേശുവിനെ കൂടുതൽ ഉച്ചത്തിൽ വിളിക്കുന്ന ബർത്തിമേയുസിനെ കാണാൻ പറ്റും. റിസൾട്ട് എന്തായിരുന്നു? കർത്താവ് അവിടെ നിന്നു, അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. അവരെക്കാൾ കർത്താവ് ശ്രദ്ധിച്ചത് വിശ്വാസത്തോടെ വിളിച്ച, ഉൾക്കാഴ്ച ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയെ. അവന് വേണ്ടതെല്ലാം നൽകിയിട്ടാണ് കർത്താവ് മുമ്പോട്ട് പോയത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ മനുഷ്യരെക്കാൾ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയും. മനുഷ്യരുടെ കാല് പിടിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാനുള്ള ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ആ ഒരു മനോഭാവത്തോടെ ഇനിയെങ്കിലും ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.